സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ മകനാണ്. അപ്പൊ അച്ഛന് വേണ്ടി എല്ലാവരും ഇഷ്ടം പറയണം, പ്രാർത്ഥിക്കണം. തീർച്ചയായും സന്തോഷം കാണാം കേട്ടോ. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ കെ മുരളീധരന്റെ മകനാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും യു എയിലാണ് സെറ്റിൽഡ്. അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രൊഫഷണൽ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ഷൻ്റെ സമയത്താണ് നമ്മൾ കൂടുതൽ നാട്ടിൽ വരാറും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ഇലക്ഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പങ്കുചേരാറുണ്ട്. കെ കരുണാകരന്റെ കുടുംബത്തിലെ ഇളമുറക്കാരൻ അരുൺ നാരായൺ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നതാണ് കാഞ്ഞിരംപാറയിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ നേരിട്ട പ്രധാന ചോദ്യം. അല്ല, രാഷ്ട്രീയ ഇഷ്ടങ്ങളുണ്ടോ, രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ? അല്ല, സാധാരണ ഏതൊരു വ്യക്തിക്കുള്ള പോലെ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. ആ ഒരു രാഷ്ട്രീയം തീർച്ചയായിട്ടും ഉണ്ട്. അത്രേ ഉള്ളൂ. ചിന്തിച്ചുകൂടായില്ല. പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. അച്ഛന്റെ സഹോദരിയുടെ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിന്നുള്ള മത്സരത്തോടും കൃത്യമായ മറുപടിയുണ്ട്. ഇപ്പം രാഷ്ട്രീയം വേറെ, കുടുംബം വേറെ, അങ്ങനെ തന്നെയാണ് ആൻറ്റിയും അതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ മുരളിയേട്ടന് വല്ലാത്തൊരു ശരീരഭാഷയാണ്. കാരണം വട്ടിയൂർക്കാവാണെങ്കിലും ഏത് മണ്ഡലത്തിലാണെങ്കിലും ആളുകളെ കാണുമ്പോൾ മുരളിയേട്ടൻ കയ്യിലെടുക്കുന്ന വേറെ രീതിയിലാണ്. ആ വഴക്കമുണ്ടോ? നിങ്ങളല്ലേ പറയണ്ടേ, ഞാനില്ലല്ലോ. അപ്പോൾ ഒന്ന് വോട്ട് ചോദിച്ചാൽ നമുക്ക് നോക്കാം. അതൊന്ന് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ കെ മുരളീധരൻ്റെ മകനാണ്. അപ്പോൾ ഇത്തവണ എന്തായാലും എല്ലാവരും അടുത്തും പറയുക, അച്ഛന് വേണ്ടിയിട്ട് തന്നെ വോട്ട് ചെയ്യുക. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അച്ഛനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് ഒരു വിളിപ്പുറത്ത് ഞങ്ങൾ ഉണ്ടാവും. ഓക്കെ, എല്ലാവരും അടുത്തും പറയുക. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. നമസ്കാരം. ഞാൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കെ മുരളീധരൻ്റെ മകനാണ്. ബാലറ്റ് പേപ്പറിൽ 3ാമതാണ് നമ്മുടെ പേര് വരുന്നത്. എല്ലാവരും എടുത്തും പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിഞ്ഞാലും കാണണം. ഓക്കെ, ശരി. എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം കേട്ടോ. ശരി. ഒയ്യോ, ലേറ്റ് ആയല്ല ക്ലാസ് പോകാൻ. അപ്പോൾ നമ്മൾ സംസാരിച്ചു. എത്ര മാർക്കാണ് തരിക? ആർക്കും? അരുണിനോ? അതെ, ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ, അതിന് എത്ര മാർക്കാണ് തരിക? ശരീരഭാഷയിൽ ഞാൻ പറഞ്ഞല്ലോ, മുരളിയേട്ടന് നമുക്ക് വെല്ലാൻ കഴിയില്ല. പക്ഷേ കുഴപ്പമില്ല, 10ൽ നമുക്കൊരു 8 മാർക്കൊക്കെ അരുണിനും കൊടുക്കാം. കുഴപ്പമില്ല, പാസ്സായല്ലോ. ഉറപ്പായിട്ടും. പൊളിറ്റിക്സ് സാധ്യതകളുടെ ഒരു കലവറയാണ്. ഇപ്പം സ്വാഭാവികമായും ബിസിനസ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഈ ലോകം മൊത്തം കാണുന്ന ഒരു പുതിയ ജനറേഷൻ്റെ ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കൽ അവസരം, അതൊരു കോമ്പറ്റീഷൻ, ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പല്ല, ഏതെങ്കിലും തരത്തിലൊരു പൊളിറ്റിക്കൽ അവസരം കിട്ടിയാൽ മത്സരിക്കുമോ? അതിനെ പറ്റിയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കാരണം നമുക്ക് ഇത്തവണ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, UDF ഭരണത്തിൽ വരണം. അതിനായിട്ട് ഓരോ വ്യക്തികളും, UDFനോട് താല്പര്യമുള്ള എല്ലാ വ്യക്തികളും അവരെ പറ്റുന്ന വിധം അവർ പ്രവർത്തിക്കുക, അത്ര തന്നെ. അത് നാളെ ഇന്നത് അങ്ങനെ ഒരു ചിന്തയിലൂടെ ചെയ്യാതെ ഇരിക്കുക. ഈ കെ കരുണാകരൻ്റെ ചെറുമകൻ ഒരിക്കലും പൊളിറ്റിക്സ് തൊട്ടു അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം സ്വാഭാവികമായിട്ട് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടാകും. ഞാൻ ചോദിച്ചത് വളരെ സിമ്പിളാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി വന്നാൽ ട്രൈ ചെയ്യുമെന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും ജോത്സ്യനെ വെച്ചിട്ട് ആദ്യം നോക്കാം. സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ മറുപടി. ഞാൻ പറയാം, മുരളിയേട്ടൻ്റെ അതേ മറുപടി തന്നെയാണ്. ഏതായാലും എല്ലാവിധ ആശംസകളും. 8 കൂടിയല്ലോ, 9. അതെ 9 എന്നുള്ള നമ്പർ വേണ്ട. എന്തായാലും ഉറപ്പായിട്ട് 10 ഇനിയും കാണട്ടെ, തെരഞ്ഞെടുപ്പുകളത്തിൽ ഇനിയും കാണട്ടെ. താങ്ക് യു.